കേരള പോലീസിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഓൺലൈനായിട്ട് PSC വഴി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഒരു യൂണിഫോം ജോബ് ആയതുകൊണ്ട് തന്നെ, അതും പോലീസ് കോൺസ്റ്റബിൾ ജോബ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന അവസരം തന്നെയാണ്. ആരെങ്കിലും ഇതിന് അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. തമിഴിലൊക്കെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ്. പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 30/8/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2025 ആണ്. അതിന് മുൻപ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാറ്റഗറി നമ്പർ 339/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. സോ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേരള പോലീസാണ്. കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 31,100 മുതൽ 66,800 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. ബറ്റാലിയൻ ബേസിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാസർഗോഡിലേക്ക് KP4 ആണ്. അവിടെ SSC CC-കാർക്കാണ് കേട്ടോ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 3 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാസർഗോഡ് ബറ്റാലിയനിലേക്ക്. അതുപോലെ തന്നെ എറണാകുളം KP1 ബറ്റാലിയനിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. SSC CC-കാർക്ക് തന്നെ ഒരു ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ അതിൻ്റെ പോലീസ് ഡിസ്ട്രിക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അതിൻ്റെ കീഴിൽ വരുന്ന പോലീസ് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. എല്ലാവർക്കും അപേക്ഷിക്കാം. ബറ്റാലിയൻ വൈസിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ബറ്റാലിയൻ വൈസിലുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഫ്രം ദി കാൻഡിഡേറ്റ് ബിലോങ് ടു SSC CC-കാർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് ഇനി പറയാൻ പോകുന്ന ഏജ്, ക്വാളിഫിക്കേഷൻ ഇതും കൂടി ഈ ക്രൈറ്റീരിയ കൂടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 18 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1996 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഉയരം പറയുന്നത് 168 സെൻറ്റിമീറ്റർ വേണം. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ PSCൻ്റെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 ഫിസിക്കൽ ഐറ്റംസ് ഉള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ക്വാളിഫൈ 5 ഇവൻറ്റ്സ് ഔട്ട് ഓഫ് 8 ഇവൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ 8 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിൽ, ഹൈ ജമ്പ് ഏകദേശം 132.20 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് ഏകദേശം 457.20 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ പുട്ടിംഗ് ദി ഷോട്ട് 7264 ഗ്രാമിൻ്റെ ഏകദേശം 609.60 സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് പുട്ടിംഗ് ദി ഷോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 6096 സെൻറ്റിമീറ്റർ അകലത്തേക്ക് ത്രോ ചെയ്യാൻ സാധിച്ചിരിക്കണം. റോപ്പ് ക്ലൈമ്പിംഗ് പറയുന്നുണ്ട്. കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 365.80 സെൻറ്റിമീറ്റർ ക്ലൈംബ് ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ ഓൾസോ പുള്ളപ്പോർ ചിന്നിങ് 8 തവണ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് മിനിമം. അതുപോലെ തന്നെ 8 തവണ എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ 1500 മീറ്റർ ഓട്ടമാണ് 5 മിനിറ്റ് 44 സെക്കൻഡിൻ്റെ ഉള്ളിൽ കവർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഏതെങ്കിലും 5 മതി. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റികളെല്ലാം വാട്സപ്പ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ദെൻ ഓൾസോ യൂട്യൂബ് എസ്പെഷ്യലി, അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. എല്ലാ അപ്ഡേറ്റും ഇതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.